ശബരിമല ഹരിവരാസനം എഴുതിയതിനെ സംബന്ധിച്ചുള്ള 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അതൊരു അന്വേഷണ പരമ്പരയാണിത്. ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന മുമ്പ് ഇനിയും പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ കിട്ടിയതനുസരിച്ച് അപ്പർ ഹാൻഡ് നിൽക്കുന്നത് ആർക്കാണ്? ഇനി എന്തെങ്കിലും അഡീഷണൽ വിവരങ്ങൾ കിട്ടാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും 1888 ജനിച്ചിട്ടുള്ള തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കുള്ള കല്ലടക്കുറിച്ചിയിലുള്ള 18 അഗ്രഹാരങ്ങളുള്ള ബ്രാഹ്മണ അയ്യർ കുടുംബത്തിൽപ്പെട്ട ബ്രഹ്മശ്രീ കുളത്തു അയ്യർ അവർകളാണ് ഇത് എഴുതിയത് എന്നാണ് എനിക്ക് ലഭിക്കുന്ന പുസ്തകങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ തമിഴ് പുസ്തകം ലഭിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പുസ്തകം ലഭിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലഭിച്ചിട്ടുണ്ട്, മലയാളം പുസ്തകം ലഭിച്ചിട്ടുണ്ട്. മലയാളം പുസ്തകം തന്നെ 2 ഏജൻസികൾ തിരുവനന്തപുരത്ത് ഇറക്കുന്നു. ഒന്ന് റോയൽ പ്രിന്റേഴ്സും പിന്നെ ജയചന്ദ്രൻ എന്ന റോയൽ പ്രിന്റേഴ്സും പിന്നെ ഒരു SS നാരായണ അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് 10-20 പേജുകൾ അന്ന് ഒറിജിനൽ ഡോക്യുമെന്റ് തമിഴിൽ എഴുതിയത് മിസ്സായതായും പറയുന്നു. ഇനി ഉള്ള ഒരു കഥ, ഇനിയാണ് കഥയുടെ അടുത്ത പൊരുൾ. ജാനകിയമ്മയുമായി ബന്ധപ്പെടുത്തി പുറക്കാട് കോണോത്ത് ജാനകിയമ്മയുമായി ബന്ധപ്പെടുത്തി ഈ കഥ വരുന്നത് എങ്ങനെയാണ്? അമ്പലപ്പുഴയ്ക്കടുത്തുള്ള ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ 300-400 വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പകശ്ശേരി ഭാഗത്ത് വന്നിട്ടുള്ള ബ്രാഹ്മണ കുടുംബങ്ങളിൽ പെട്ട ആളുകൾ പണിതിട്ടുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയ ക്ഷേത്രങ്ങളുണ്ട് അവിടെ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അയ്യങ്കോയിക്കൽ ശാസ്താ ക്ഷേത്രം. ഇത് പുറക്കാട് പിന്നെ അടുത്തുള്ള ക്ഷേത്രമാണ്. അമ്പലപ്പുഴയ്ക്കും പുറക്കാടിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. റോഡ് സൈഡിൽ ഇരിക്കുന്ന അയ്യങ്കോയിക്കൽ ചെറിയ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് ഉള്ള ഒരു വടി പിന്നെ നമ്മളെ എവിടെ ശബരിമലയ്ക്ക് കൊണ്ടുപോകുമെന്നും ആ കൊണ്ടുപോയിട്ടാണ് ശബരിമലയിൽ നടയിൽ ഇത് വയ്ക്കുമെന്നും പിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യമല്ല, ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കാം. മുദ്രവടി അവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ ഈ തമിഴ് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളുള്ള ഈ പ്രദേശത്തെ ക്ഷേത്രത്തിൽ തൃശ്ശൂർ ചേലക്കരയിലുള്ള അയ്യർ, അതായത് കുളത്തു അയ്യർ, തിരുനെൽവേലിയിലെ കല്ലടക്കുറിച്ചിയിൽ ജനിച്ച കുളത്തു അയ്യർ വിവാഹം കഴിച്ചതുമായും അല്ലാതെയുമായിട്ട് കുറെ കേരളത്തിൽ ഒരുപാട് ബ്രാഹ്മിൺസ് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തൃശ്ശൂർ ചേലക്കരയിൽ വന്ന് താമസിക്കുകയും കുളത്തു അയ്യർ താമസിക്കുകയും അപ്പോൾ അദ്ദേഹം 22ാമത്തെ വയസ്സിൽ ഈ കവിത ഈ ശ്ലോകങ്ങൾ എഴുതുകയും ഈ ശ്ലോകങ്ങളുടെ 1000 കോപ്പി അദ്ദേഹം പ്രിന്റ് ചെയ്യുകയും അന്ന് പക്ഷെ അത് വിറ്റ് പോകാതിരുന്നപ്പോൾ അതിൽ കുറച്ചധികം കോപ്പികൾ ആലപ്പുഴയുള്ള ഒരു ബ്രാഹ്മണൻ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു. ആ പുസ്തകങ്ങൾ ആലപ്പുഴയിൽ വിതരണം ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും ഈ അയ്യങ്കോയിക്കൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഈ മുദ്രവടി കൊണ്ടുപോകുന്നത്, ശബരിമലയിലേക്ക് മുദ്രവടി കൊണ്ടുപോകുന്ന, അതുകൊണ്ടാണ് അമ്പലപ്പുഴ പേട്ടതുള്ളൽക്കാർക്കൊക്കെ ഇത്രയും പ്രാധാന്യം കിട്ടിയത്. അവർ സ്ഥിരമായി ശബരിമല പോകുന്നവരായിരുന്നു. ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളുകളും അവരുമായി ബന്ധപ്പെട്ടവരും നായർ കുടുംബത്തിൽപ്പെട്ടവരും മറ്റു അറിഞ്ഞും കേട്ടും എല്ലാ ശാസ്ത്രക്ഷേത്രങ്ങളിലും പരസ്പരം പോകുമായിരുന്നു. അതിലേറ്റവും പോകുന്ന ഒരു ക്ഷേത്രമായിരുന്നു ശബരിമല. അപ്പൊ ഈ അയ്യങ്കോയിക്കലിൽ നിന്നുള്ള മുദ്രവടിയുള്ള വച്ചിരുന്ന അയ്യങ്കോയിക്കലിൽ ഒരു ഗോപാലകൃഷ്ണ മേനോൻ സ്ഥിരമായി വന്ന് ഇത് ചൊല്ലുമായിരുന്നു. ഈ പുറക്കാട് കോണത്ത് ജാനകിയമ്മ കുട്ടിയായിരുന്നു, ചെറുപ്പമായിരുന്നു. അവരുടെ വീട് ഇപ്പോൾ അവിടെ ഉണ്ട്. അത് അവർ വിറ്റിട്ട് ഒരു ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് ഇത് വാങ്ങിയിരിക്കുന്നത്, ഈ ജാനകിയമ്മയുടെ വീട്. അതിനുശേഷം അവർ ശാസ്താംകോട്ടയിലേക്ക് പോയി. ശാസ്താംകോട്ടയിലെ ആളുകൾ അവരിൽ നിന്ന് പാട്ടെടുത്ത് ശബരിമല കൊണ്ടു കൊടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് കിടപ്പുണ്ട്. ഈ ട്വിസ്റ്റ് മറ്റൊന്നുമല്ല, 1920 വരെ ആയിരുന്നു ഈ അനന്തകൃഷ്ണ അയ്യർ എന്ന് പറയുന്ന അനന്തകൃഷ്ണ അയ്യരുടെ നായർ സംബന്ധത്തിലുണ്ടായിട്ടുള്ള മകളാണ് ജാനകിയമ്മ. ജാനകിയമ്മ കവിത എഴുതി അല്ലെങ്കിൽ ശ്ലോകം എഴുതി എന്ന് പറയുന്നത് 1923 എന്നാണ് അവരുടെ കുടുംബവും ഹരിവരാസനം ട്രസ്റ്റുമൊക്കെ ഇതിനകത്ത് അവർ ക്ലെയിം ചെയ്യുന്നത്. ഡോക്ടർ സുരേഷ് മാധവനാണ് ഇതിനെ സംബന്ധിച്ച് കുറെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിനു മുമ്പേ ഒരു കിഷോർ കുറച്ച് വിവരങ്ങൾ എഴുതിയിരുന്നു. ആ കിഷോർ മനോരമയിലോ ഏതോ പത്രത്തിൽ എഴുതിയിരുന്നു. കിഷോറിനെതിരെ ഒരു കേസും വന്നിരുന്നു. പക്ഷെ പിന്നെ അത് എന്തായെന്ന് എനിക്കറിയില്ല. ഡോക്ടർ ശശിഭൂഷൺ സാറിനൊക്കെ ചരിത്രകാരനാണ്, അദ്ദേഹവുമായിട്ടൊക്കെ ഒരു റെഫറൻസ് ഒക്കെ നടന്നതായി നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി കഴിഞ്ഞാൽ ശശിഭൂഷൺ സാറുമായിട്ട് സംസാരിച്ചും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ജാനകിയമ്മ 23 എഴുതിയ കവിത 20 മരിച്ചുപോയ അയ്യർ എങ്ങനെ ശബരിമലയിൽ വച്ചു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ മറ്റൊരു വാദം പറയുന്നത്, ജാനകിയമ്മയുടെ കുടുംബക്കാർ പറയുന്നത് 20 അയ്യർ മരിച്ചത്. 1920 മരിച്ചതെങ്കിൽ എന്തിനാണ് വെളിച്ചപ്പാട് സ്ഥാനം 1920 മതിയാക്കിയത്? അത് അങ്ങനെ പീരീഡ് വെച്ചിട്ടുണ്ടോ? ഒരാളെ ഒരു അമ്പലത്തിൽ വെളിച്ചപ്പാടാക്കിയാൽ അദ്ദേഹത്തിന്റെ മരണം വരെ അവിടെ വെളിച്ചപ്പാടെ തുടരില്ലേ? അവിടെ ദേവസ്വം ബോർഡ് പോലെ പീരീഡ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 20 എന്തിനാണ് 20 മരിച്ചില്ല എങ്കിൽ അനന്തകൃഷ്ണ അയ്യർ 20 മരിച്ചില്ല എങ്കിൽ എന്തിനാണ് ശബരിമലയിൽ നിന്ന് വെളിച്ചപ്പാടിന്റെ
റോളിൽ നിന്ന് ഇറങ്ങിയത്, പിന്നെ വീണ്ടും അങ്ങനെ മാത്രമല്ല, അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വെളിച്ചപ്പാടിന്റെ റോളിൽ ഇറങ്ങിയത് പിന്നെയും ശബരിമല പോകുമോ, അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളുണ്ട്. പിന്നെ പോകുമോ? അപ്പൊ അങ്ങനെ പോയി 23-ൽ കൊടുത്തതാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി അടുത്തൊരു കഥയും കൂടെ ഉണ്ട്. കഥയിൽ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഈ ഹരിവരാസനം എഴുതിയ പാട്ടിൽ ഓരോ വരി കഴിയുമ്പോൾ ഹരിവരാസനം എന്ന് കഴിഞ്ഞിട്ട് സ്വാമി അടുത്ത വാക്ക് കഴിഞ്ഞിട്ട് സ്വാമി, ഇങ്ങനെ സ്വാമി സ്വാമി ചേർത്തിട്ടുണ്ട്. ഈ സ്വാമി സ്വാമി ചേർത്തത് ജാനകിയമ്മയുടെ അവിടെ നിന്ന് ആരാണ് ചേർത്തത് എന്നുള്ളതിനെ സംബന്ധിച്ചും ചരിത്രരേഖകൾ ഇനി വരേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും 1888 ജനിച്ച് 1952 ജൂലൈ 18 മരിച്ചുപോയ 52 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന കമ്പക്കുടി കുളത്തു അയ്യരാണ് ഇത് എഴുതിയത് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ചരിത്രരേഖകളെല്ലാം പറയുന്നത്. ഈ കമ്പക്കുടി കുളത്തു അയ്യരുടെ മകൾ, ഇളയ മകൾ, 9 മക്കളാണുള്ളത്. അതിൽ ഇളയ മകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവരിൽ നിന്നും ഞാൻ വിവരങ്ങൾ എടുത്തിരുന്നു. ഇത് ആരാണ്, എന്താണ് പേര്, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ജീവിച്ചിരിക്കുന്ന നല്ല പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള അംഗങ്ങളെ ഒന്നും ഇതിനകത്ത് വലിച്ചഴിക്കാനോ കൊണ്ടുവരാനോ പേര് പറയാനോ ഒന്നും ഒരു താല്പര്യമില്ല. അവരുടെ ബന്ധുമിത്രാദികൾ കൽക്കട്ടയിലും ബോംബെയിലും ബാംഗ്ലൂരും തൃശ്ശൂരിലും ഉണ്ട്. പുറക്കാട് ഒരുപാട് ബ്രാഹ്മണ കുടുംബങ്ങളുമായും ഞാനിത് സംസാരിച്ചിരുന്നു. അങ്ങനെ ഇതൊരു കൗതുകം കൊണ്ട് ചെയ്യുന്നതാണ്, അല്ല വേറെ നമുക്ക് ഒരു താല്പര്യമില്ല. കാരണം ഒരു സത്യം അറിയുക എന്നുള്ള ഒരു കൗതുകത്തിലേക്ക് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ഹരിവരാസനം എഴുതിയത് 1920-ലാണെങ്കിൽ 23-ൽ എങ്ങനെയാണ് അമ്മ ഇത് എഴുതുന്നത്? അമ്മ ഇതിനകത്ത് വെള്ളം ചേർത്തോ? ഈ സ്വാമിയും കൂടെ ചേർത്ത് അതിനകത്ത് വെള്ളം ചേർത്തോ? ഇനി യേശുദാസിന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു സ്വാമി ശരണയ്യപ്പ എന്നൊരു വെള്ളം ചേർക്കലുണ്ട്. അത് മെരിലാൻഡ് സുബ്രഹ്മണ്യത്തിന്റെ സിനിമയിൽ വരുമ്പോഴും ചെറിയൊരു കാർത്തികേയൻ അവർകളൊക്കെ പറയുന്ന ഒരു വിവരം അനുസരിച്ച് ചെറിയൊരു വെള്ളം ചേർക്കലുണ്ട്. അപ്പൊ എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അത് വരുന്ന ഈ വിഷയമുണ്ട്. നമ്മുടെ ഇന്നത്തെ തെളിവുകൾ വെച്ച് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ വെച്ച് എത്തി നിൽക്കുന്നത് കമ്പംകുടി കുളത്തു അയ്യരാണ് ഇത് എഴുതി എന്നുള്ളതാണ്. ജാനകി അമ്മ ഈ പുറക്കാട് ക്ഷേത്രത്തിനടുത്തുള്ള അയ്യങ്കോയിക്കൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ സ്ഥിരമായി ഇത് പാടുകയും പിന്നീടാണ് ഇത് ശബരിമല പോവുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു തെളിവ് കൂടി പറയാനുള്ളത്, ഈ 1950-കളിൽ ഈശ്വരൻ നമ്പൂതിരി എന്ന് പറയുന്ന ക്ഷേത്രം കത്തുന്ന കാലത്ത് അവിടെ പുനഃപ്രതിഷ്ഠാ സമയത്ത് പോറ്റിയായിരുന്ന മാവേലിക്കര ഇല്ലത്തെ ഈശ്വരൻ പോറ്റിയുടെ വോയിസ് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്തും വളരെ കൃത്യമായി കുളത്തു അയ്യരുടെ പേരാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അങ്ങനെ ഒരു സാഹചര്യം. അപ്പൊ എന്തായാലും ഇനി വരേണ്ടത് 1920-ലാണോ അനന്തകൃഷ്ണ അയ്യർ മരിച്ചത്? അങ്ങനെയാണെങ്കിൽ പിന്നെ 100% ഉറപ്പിക്കാം 1923-ൽ ജാനകിയമ്മ എഴുതിയിട്ടത് അമ്പലത്തിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. അവർക്ക് ഗർഭിണിയായിരുന്നപ്പോൾ 30 വയസ്സിൽ എഴുതിയെന്ന് പറഞ്ഞു ഒരിക്കലും അവർക്ക് അമ്പലത്തിൽ പോകാൻ കഴിയില്ല, ശബരിമല ക്ഷേത്രത്തിൽ കയറാൻ കഴിയില്ല. അപ്പൊ അയ്യർ കൊണ്ട് വച്ചിരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിവരം തരണം. ഇതൊരു കൂട്ടായ അന്വേഷണമാണ്. ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം നിരവധി ആളുകളാണ് എല്ലാ ഭാഗത്തു നിന്നും അനുകൂലമായും പ്രതികൂലമായും ഞങ്ങൾക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെയധികം ഡോക്യുമെന്റുകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. തമിഴ് പുസ്തകം, മലയാളം പുസ്തകം 2 പ്രാവശ്യം ഇറക്കിയ പുസ്തകം, അതിന്റെ പ്രസാധകരുടെ മക്കൾ, അതുപോലെ എഴുതിയ ആളിന്റെ മക്കൾ, ചെറുമക്കൾ, അങ്ങനെ ഒരു വലിയ അന്വേഷണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇത് സത്യം അറിയുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. ഇനിയും ചില പോയിന്റുകൾ കൂടി നമുക്ക് ഇനിയും വരാനുണ്ട്, അല്ലെങ്കിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അപ്പൊ എന്തായാലും നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോകാം. എന്തായാലും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴി 90-95% കുളത്തു അയ്യറിലേക്കാണ്. ഇനി ഒരുപക്ഷെ അത് ജാനകി അമ്മയിലേക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പുതിയ തെളിവുകൾ കിട്ടണം. നമുക്ക് എന്തായാലും നോക്കാം കാര്യങ്ങൾ എങ്ങോട്ട് പോകുമെന്ന്.